രക്തസാക്ഷികളുടെ സ്മരണകൾ ഇരുമ്പുന്ന മണ്ണിലൂടെ CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക ജാഥ പ്രയാണം തുടരുകയാണ്. പതാക ജാഥയ്ക്ക് മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ഉജ്ജ്വല വരവേൽപ്പ് നൽകി. CPIM മലപ്പുറം, പാലക്കാട് ജില്ലാ സെക്രട്ടറിമാരുടെ നേതൃത്വത്തിലാണ് പതാക ജാഥയെ സ്വീകരിച്ചത്. ആയിരങ്ങളാണ് ജാഥയ്ക്ക് അഭിവാദ്യം അർപ്പിക്കാനെത്തിയത്. ധീരരക്തസാക്ഷികളുടെ മണ്ണായ കയ്യൂരിൽ നിന്നാണ് പതാക ജാഥ ആരംഭിച്ചത്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് രാവിലെയാണ് മലപ്പുറം ജില്ലയിലേക്ക് CPIM സംസ്ഥാന സമ്മേളനത്തിൻ്റെ പതാക ജാഥ പ്രവേശിച്ചത്. CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിലിൻ്റെ നേതൃത്വത്തിൽ ജാഥയെ സ്വീകരിച്ചു. മലപ്പുറത്തെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ജാഥ ഉച്ചയോടെ പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിച്ചു. പാലക്കാട് ജില്ലാ അതിർത്തിയിൽ CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിൻ്റെ നേതൃത്വത്തിലാണ് ജാഥയെ വരവേറ്റത്. ജാഥ ക്യാപ്റ്റൻ M സ്വരാജ്, ജാഥ മാനേജർ വത്സൻ പാനോളി, ജാഥ അംഗം K അനുശ്രീ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു. കഴിഞ്ഞ 8-9 വർഷമായി കേരളത്തിൽ വളരെ നിർണായകമായ മാറ്റങ്ങളുടെ ഒരു ഘട്ടമായി മഹത്തായ വലിയ കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റി തീർക്കുന്ന വൻകിട പദ്ധതികൾ ലോകത്തിലെ വ്യാവസായികമായും സാമ്പത്തികമായും എല്ലാം അഭിവൃദ്ധി പ്രാപിച്ച സമൂഹങ്ങളോട് പോലും മത്സരിക്കാൻ കേരളത്തെ പ്രാപ്തമാക്കും വിധം വൻകിട വികസന പദ്ധതികൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചു. കൊപ്പം, പട്ടാമ്പി, കുളപ്പുള്ളി എന്നീ കേന്ദ്രങ്ങളിൽ പതാക ജാഥയ്ക്ക് സ്വീകരണം നൽകി. പാലക്കാട് ജില്ലയിലെ സ്വീകരണങ്ങൾക്ക് ശേഷം പതാക ജാഥ തൃശൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചു. ആവേശോജ്വല സ്വീകരണമാണ് CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ജാഥയ്ക്ക് വിവിധ ജില്ലകളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ജാഥ തൃശൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചു. തൃശൂർ ജില്ലാ അതിർത്തിയായ ചെറുതുരുത്തിയിൽ വെച്ച് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറിന്റെ നേതൃത്വത്തിലാണ് ജാഥയെ സ്വീകരിച്ചത്. ക്യാമറമാൻ മഹേഷ് പാൽക്കാടിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്.